ഞാൻ ആദ്യമായിട്ട് എങ്ങനെയാണ് ബാംഗ്ലൂർ എത്തിയെന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോണത്. കോളേജിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ബാംഗ്ലൂർ, ബാംഗ്ലൂർ എന്ന്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ബാംഗ്ലൂരിൽ ഞാൻ സെറ്റിൽ ആവുമെന്ന്. ആഫ്റ്റർ മാരേജ് ഹസ്ബൻഡ് ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ 2 കൊല്ലം ബി.എഡ് പഠിക്കുകയായിരുന്നു. അത് നാട്ടിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ ബി.എഡ് എൻ്റെ പഠിത്തം കോഴ്സെല്ലാം കംപ്ലീറ്റ് ആക്കി ഹസ്ബൻഡ് എന്നെ വിളിക്കാൻ വന്നിരുന്നു. അപ്പോൾ ബാംഗ്ലൂരിലേക്ക് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഒരു പാലക്കാട് നിന്ന് 9 മണിക്ക് ഒരു കെ.എസ്.ആർ.ടി.സി ബസ് ഉണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ബുക്ക് ചെയ്ത്. അപ്പോൾ 9 മണിക്കായിരുന്നു ബസ്. വളരെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അന്ന് എനിക്ക്. ബാംഗ്ലൂർ കാണാൻ പോവുക. ഞാനങ്ങനെ ശരിക്കും പറഞ്ഞാൽ നല്ല മോഡേൺ ഒന്നുമല്ല. ഒരു നാട്ടിൻപുറത്തെ കുട്ടിയാണ് പാലക്കാടത്തെ. അപ്പോൾ എനിക്കിങ്ങനെ ആകെ ഒരു ഇതായിരുന്നു. അയ്യോ ബാംഗ്ലൂരൊക്കെ ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ എനിക്ക് കുറേ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബസ് യാത്ര തുടങ്ങി. അപ്പോൾ എനിക്ക് പിന്നെ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞ ഒരു കേട്ടറിവേ ഉള്ളൂ. ബാംഗ്ലൂർ എത്തുന്നതിന് മുമ്പ് ഒരു മെട്രോ പില്ലോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് എത്താറായാൽ നമ്മൾ ഏകദേശം ഇലക്ട്രോണിക് സിറ്റി എത്താറായി. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ബസ്സിലിരുന്ന് എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. എങ്ങനെയെങ്കിലും ബാംഗ്ലൂർ ഇപ്പോൾ എത്തും. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ മെട്രോ പില്ലേഴ്സൊക്കെ കണ്ടു. ഒരു 4:30 ആയപ്പോൾ ഞങ്ങൾ ഇലക്ട്രോണിക് സിറ്റി റീച്ചായി. അപ്പോൾ ഇലക്ട്രോണിക് സിറ്റിയിൽ ഇറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിലോ ഞാൻ ഏറ്റവും കൂടുതലുള്ള ചൂടുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്, പാലക്കാട്. അപ്പോൾ ബാംഗ്ലൂരിൽ 4:30 ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. നല്ല വെറൈറ്റി ക്ലൈമറ്റാണ് ബാംഗ്ലൂരത്തെ. അതാണ് മെയിൻ ബാംഗ്ലൂരിൽ എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി യൂബർ ബുക്ക് ചെയ്ത് പി ജിയിലേക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ പി ജിയിലെത്തി. അവിടെയുള്ളവർക്ക് ഹസ്ബൻഡ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവിടുത്തെ പി ജിത്തെ ഓണേഴ്സ് ആന്ധ്രക്കാരായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല സ്നേഹം അവർക്ക് ഇപ്പോഴും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പി ജി എത്തി, ഫ്രഷപ്പ് ആയി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് ഈവനിങ് പതുക്കെ സ്ട്രീറ്റിൽ കൂടെയൊക്കെ നടക്കാൻ തുടങ്ങി. നല്ല രസമുണ്ട് ബാംഗ്ലൂർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നാൾ പി ജി നിന്നു. ലാസ്റ്റ് പിന്നെ എനിക്ക് ഇടയ്ക്കൊന്നും ഫുഡ് ശരിയാവാതെ ആയപ്പോൾ ഞങ്ങൾ കൂടുതലും നീലാദ്രി നഗറിൽ നീലാദ്രി കഫേ പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്നായിരുന്നു കൂടുതലും പിന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓൾറെഡി പി ജിയിൽ നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്, പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ എങ്ങനെയാണ് ഇത് ശരിയാവുക. അങ്ങനെയാണ് ഞങ്ങളൊരു 1 BHK ഫ്ലാറ്റ് നോക്കിയത്. അങ്ങനെ ഇലക്ട്രോണിക് സിറ്റി ഫേസ് 2 ഈ 1 BHK ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് വന്നു. ഇപ്പോൾ ഞങ്ങൾ 2 ഇയേഴ്സായി ഈ ഇലക്ട്രോണിക് സിറ്റി ഫേസ് 2. അപ്പോൾ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ നല്ല മെമ്മറീസാണ്. എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ നാട്ടിലേക്കൊക്കെ പോകുമ്പോഴാണ് അയ്യോ വേറെ എവിടെയോ പോകുന്നത് പോലെ എനിക്ക് ഫീൽ. സാധാരണ നാട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് വരുമ്പോഴാണ് നമുക്ക് ആ ഫീൽ വരിക. പക്ഷേ ഇപ്പോൾ നേരെ തിരിച്ചായി. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ അയ്യോ നമ്മൾ വേറെ സ്ഥലത്ത് പോകുന്ന പോലെ. എന്താ വെച്ചാൽ ഫാമിലീസിനൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അവർ ഇവിടെ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ബാംഗ്ലൂർ അടിപൊളിയാണ്.